ഇവിടെ ആവേശത്തിനെയും പ്രേമലുവിനെയും അതിനെ എത്ര സിനിമകൾ ഇങ്ങനെ പൊക്കിയടിച്ചു. അതിലെന്തെങ്കിലും ഒരു കഥയോ എന്തെങ്കിലും ഉണ്ടോ? അതിനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പൊക്കിയടിക്കാമെങ്കിൽ എന്തുകൊണ്ടും ടെർബോ എന്ന് പറയുന്ന സിനിമയെ നിങ്ങൾ എന്തുമാത്രം വിമർശിച്ച് താഴെ കിടത്തുന്നു? ഇവിടെ നമ്മളെ മലയാളികളുണ്ടല്ലോ, ഇവിടെ ഈ ജയിലറിനെയും അങ്ങനത്തെ സിനിമകളെയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഹിറ്റ് അടിച്ചു. ആ സിനിമയിൽ എന്താണുള്ളത്? അതിലെ കുറച്ച് രജനീകാന്തിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്നാൽ ഇവിടെ മമ്മൂക്ക് ചെയ്താൽ അയ്യമല്ലേ നിങ്ങൾക്കൊക്കെ. വലിയ സിനിമകൾ ഇറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. അതിപ്പം കാലാകാലമായി നടക്കുന്നതാണ്. അത് ഇനി മാറ്റാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ ഫിലിം കൊള്ളാം, നല്ല സിനിമയാണ്. ടർബോ പടം കൊള്ളാം, നല്ല പടമാണ്. വേറെ ലാഗെന്ന് പറയില്ല, നല്ലൊരു ഇടിപ്പടമാണ്. ഫാമിലിയായിട്ടും വരാം, എല്ലാവർക്കും പറ്റുന്ന ഒരു നല്ല പടമാണ്. പക്ഷേ അങ്ങനെയല്ല, തമിഴ് പടത്തിൻ്റെ അതേ ഒരു ഫീൽ തന്നെയാണ്. പിന്നെ ബോറിംഗ് ഇല്ല, ഭയങ്കരം തമിഴ് പടത്തിൻ്റെ അത്രയും ഇതൊന്നും അല്ലെങ്കിലും നല്ലൊരു ഫൈറ്റ് സീക്വൻസാണ്. മമ്മൂട്ടി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ അടിക്കും, അതായത് ഓരോ എന്താ പറയുക, അതിന് നമുക്കൊരു എഫക്റ്റീവ് ഉണ്ട്. ഓരോ ഷോട്ട്സും എല്ലാം ഒരു നല്ലൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. എല്ലാം കൊള്ളാം, അടിപൊളി പടം. കണ്ടേലത്തേക്ക് ഇപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് പടം. അല്ലല്ല, അടിയെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു പ്രത്യേക സ്റ്റൈൽ അടിയാണ്. അത് തമിഴ് പടത്തിൻ്റെ അതല്ല, അതിൻ്റെതിനേക്കാൾ നല്ല ഒരു മെത്തേഡുള്ള അടിയാണ്. ഒരു കുറ്റം പറയാനുമില്ല. നമ്മൾ സ്ഥിരം പണക്കാടെന്നാണ്, ഒരു കുറ്റം പറയാനുമില്ല. അടിപൊളി. ഇനിയും കാണും, ഇനി രണ്ടാം ഭാഗം മിക്കവാറും വരാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു. സിനിമ കൊള്ളാം ബ്രോ, നല്ലൊരു മാസ് പടം. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം, 72കാരൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഞാൻ ഈ കണ്ടത്. അടിപൊളി പടം. ഇവരെക്കുറിച്ചൊന്നും പറയാനില്ല ബ്രോ. കാരണം ഇവിടെ ആവേശത്തിനെയും പ്രേമലുവിനെയും അതിനെ എത്ര സിനിമകൾ ഇങ്ങനെ പൊക്കിയടിച്ചു. അതിലെന്തെങ്കിലും ഒരു കഥയോ എന്തെങ്കിലും ഉണ്ടോ? അതിനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പൊക്കിയടിക്കാമെങ്കിൽ എന്തുകൊണ്ടും ടെർബോ എന്ന് പറയുന്ന സിനിമയെ നിങ്ങൾ എന്തുമാത്രം വിമർശിച്ച് താഴെ കിടത്തുന്നു? എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏത് സിനിമയാണ്, മലയാള സിനിമയാണ് ഇപ്പോൾ കഥ അല്ലെങ്കിൽ കഥയൊക്കെ വെച്ച് കാണുന്നത്? എല്ലാവരും ഇപ്പോൾ എന്ത് പറയാനാ, നല്ല കോമഡിയോ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള പടങ്ങളാണ് ഇപ്പോൾ ഓഡിയൻസ് കയറുന്നത്. അതുപോലെ തന്നെയാണ് ഈ ടെർബോ എന്ന് പറയുന്ന സിനിമയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പടമാണ്. അത്യാവശ്യം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാണ്. ഇവിടെ നമ്മളെ മലയാളികളുണ്ടല്ലോ, ഇവിടെ ഈ ജയിലറിനെയും അങ്ങനത്തെ സിനിമകളെയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഹിറ്റ് അടിച്ചു. ആ സിനിമയിൽ എന്താണുള്ളത്? അതിലെ കുറച്ച് രജനീകാന്തിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്നാൽ ഇവിടെ മമ്മൂക്ക് ചെയ്താൽ അയ്യമല്ലേ നിങ്ങൾക്കൊക്കെ. അതെന്താണത്? നല്ലൊരു ഫൈറ്റും മമ്മൂക്കയുടെ നല്ലൊരു കോമഡിയും അത്യാവശ്യം നല്ല എനർജറ്റിക് പെർഫോമൻസാണ് പുള്ളി കാഴ്ച. ഈ 72 വയസ്സായിട്ട് ഈ പ്രായത്തിൽ പുള്ളി ചെയ്ത് വെച്ചേക്കുന്നതുണ്ടല്ലോ, അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല എഫേർട്ട് എടുത്ത ഒരു പടമാണ്. നിങ്ങൾക്ക് ആ ഒരു രജനീകാന്തൊക്കെ 2 ചവിട്ടും മറ്റേ അവിടെ ഇവിടെയൊക്കെ 2 ചവിട്ടി അവിടെ കിടക്കുമ്പോൾ നിങ്ങൾ അതിനെയൊക്കെ സ്വീകരിക്കാം, കൈയടിക്കാം, വിസിലടിക്കാം. അനിരുദ്ധിൻ്റെ BGM ഒക്കെ നിങ്ങൾ അത് കയറ്റിയിട്ടാൽ അത് മാസ്. ഇവിടെ നമ്മളെ മമ്മൂക്ക ചെയ്താൽ അത് നിങ്ങൾക്ക് അത് കൊള്ളത്തില്ല. അതെന്താണ്? അതെനിക്ക് മനസ്സിലാവണില്ല ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഏത് സിനിമയ്ക്കാണ് വലിയ സിനിമകൾ ഇറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. അതിപ്പം കാലാകാലമായി നടക്കുന്നതാണ്. അത് ഇനി മാറ്റാൻ പറ്റുമെന്ന് തോന്നണില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സിനിമകളെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു പരാമർശം, അതായത് ഭയങ്കരമായിട്ട് അത് നടക്കുന്നുണ്ട്. അതൊന്നും ഇനി മാറ്റാൻ പറ്റൂല. അതിനി മാറുമോ എന്നൊന്നും എനിക്കറിയില്ല.